കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഏത് സമയത്തും എനിക്ക് കയറി ചെല്ലാൻ സ്വന്തമായിട്ടൊരു വീടുണ്ട്. പോയാ അതൊരു പോക്കായിരിക്കും. പിന്നെ ഒത്തുതീർപ്പനെന്ന് പറഞ്ഞ് ഒരാളെ അങ്ങോട്ട് കയറ്റുന്ന പ്രശ്നമില്ല. അത് SI ആയാലും വില്ലേജ് ഓഫീസർ ആയാലും എനിക്കൊരു വിഷയമല്ല. അച്ഛൻ കുറച്ചു നേരമായി വഴി കണ്ടുപിടിക്കുക. ഇതുവരെ നിന്നെടുത്തൊന്നും അനങ്ങിയിട്ടില്ല. അതുകൊണ്ട് വഴി ഞാൻ പറഞ്ഞുതരാം. ഗീതയുടെ അമ്മയെ ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റണം. ഇതെന്റെ അഭിപ്രായമല്ല, തീരുമാനമാണ്. പക്ഷേ പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. കുഴപ്പമില്ല, രണ്ടുപേരും കൂടി സാവകാശം ആലോചിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു ജോത്സ്യനെ കൊണ്ട് പ്രശ്നം വെക്കുകയാവാം. എല്ലാം തീരുമാനിച്ചിട്ട് തറവാട്ടിലേക്ക് എന്നെ കാണാൻ വന്നേക്കരുത്. എന്നെ ഫോൺ ചെയ്യാനും പാടില്ല. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അച്ഛനും മോനും കൂടി എന്താന്ന് വെച്ചാ ഉറപ്പിക്കാം. രമേശ, നാളെ തന്നെ ഗീതയുടെ അമ്മയെ ഭ്രാന്താശുപത്രിയിലാക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. എനിക്ക് ഈ തീരുമാനത്തോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും അവളുടെ അമ്മയല്ലേ. രമേശ, നിനക്ക് നിന്റെ അമ്മയോടാണോ അതോ ഭാര്യയുടെ അമ്മയോടാണോ സഹതാപം? ഗീതയുടെ എതിർപ്പ് ആര് വകവെക്കുന്നു? അധികം എതിർത്താൽ തള്ളയോടൊപ്പം മോളെയും കൂടി അവിടെ എത്തിക്കും. രണ്ടുപേരും ഒരുമിച്ച് ഭ്രാന്താശുപത്രി കിടക്കട്ടെ. മെന്റൽ ഹോസ്പിറ്റലുമായി ഇന്ന് തന്നെ ബന്ധപ്പെടണം. ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ എനിക്കറിയാം. കഴിയുമെങ്കിൽ നാളെ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കണം. ഓഫീസിൽ നിന്ന് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് നിൽക്കുന്ന ഭാര്യ. ഒരു ചായയെങ്കിലും ഇട്ടു തരാനുള്ള സാമാന്യ മര്യാദയില്ല. ചിലപ്പോ പറയും ചായ വേണ്ടെന്ന്. ഇപ്പൊ കൊണ്ടുവരാം. വേണ്ടായേ. ഈ മോങ്ങുന്ന മുഖം കണ്ടപ്പോ തന്നെ തൃപ്തിയായി. എനിക്കൊരു അപേക്ഷയുണ്ട്. എഴുതി തയ്യാറാക്കി വെക്കും. നാളെ വില്ലേജ് ഓഫീസിലേക്ക് പോകുമ്പോ തന്നാ മതി. അതോ അടുത്ത ജനസമ്പർക്ക പരിപാടിക്ക് കൊടുക്കാനുള്ള അപേക്ഷയാണോ? എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. ദേവി, ഇതമ്മയെ ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കരുത്. തലയ്ക്ക് സുഖമില്ലാത്തവരെ പിന്നെ ദന്താശുപത്രിയിലാണോ കൊണ്ടുപോകേണ്ടത്? എന്റെ ഈ ഒരു അപേക്ഷ എങ്ങനെ രമേശേട്ടനൊന്ന് കേൾക്കണം. അമ്മയ്ക്ക് അവിടെ കഴിയാനാവില്ല. ഭ്രാന്താശുപത്രിയിലാക്കല്ലേ. എന്തോ 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 അമ്മേ, ദൈവത്തെ വിചാരിച്ച്. ഗീതയോട് ആരെങ്കിലും പറഞ്ഞോ അവരെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകുന്ന കാര്യം? പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? അപ്പോ ഞങ്ങള് പറയുന്നതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കലാ നിന്റെ പണി. ചുമ്മാതല്ല ഈ വീട്ടിലെ ജോലിയൊന്നും ഒരിക്കലും തീരാത്തത്.
പകുതി സമയം അവൾ അമ്മച്ചീന്റെ അടുത്ത് കൊഞ്ചി കുഴഞ്ഞിരിക്കും. തരം കിട്ടിയാൽ എന്നെ ഉപദ്രവിക്കണമെന്നായിരിക്കും ചെവിയിൽ ഓതി കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നുള്ള സമയം അവൾക്ക് ചമയാനും ചാഞ്ചാടാനും വേണം. അത് കഴിഞ്ഞ് CID പണി. പിന്നെ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും? നാണമില്ലേ നിനക്ക് മറ്റുള്ളവർ സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേൾക്കാൻ? വളർത്തുകൂടായിരിക്കും ഈ കാണിക്കുന്നത്. ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതല്ല. അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങനെയല്ല വളർത്തിയത്. രമേശൻ കേട്ടോ ഇവള് തറുതല പറയുന്നത്? ഇതാ ഭാര്യയുടെ സ്വഭാവം. പഞ്ചപാവായിട്ടങ്ങ് അഭിനയിക്കും. ഒരവസരം കിട്ടിയാൽ കേറി അങ്ങ് കടിക്കാൻ നോക്കും. ആ എന്നിട്ട് മാഡം എന്തെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടു? ഞാൻ ഒളിഞ്ഞു നിന്നതല്ല അമ്മ. വാതിക്കലിലൂടെ പോയപ്പോ കേട്ടതാ. വാതിൽക്കിലൂടെ കടന്നു പോകുമ്പോ കേക്കാൻ നീ ആരാ? ഭൂമിയെ വലം വെക്കുന്ന ചന്ദ്രനോ? അടവെടുക്കല്ലേ എന്റെ മുന്നില്? അപ്പോഴേ കണ്ട വട്ട് കേസിന്റെ ഒന്നും ഉപദ്രവം സഹിക്കാൻ ഇവിടെ ആർക്കും മനസ്സില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാലും നാളെ നിന്റെ അമ്മയെ ഭ്രാന്താശുപത്രിയിൽ ആക്കിയിരിക്കും. തടയാക്കി നീ അങ്ങ് തടയും. അതിനുവേണ്ടി ആരെയാ വിളിച്ചോണ്ട് വരുന്നതെന്ന് വെച്ചാ കൊണ്ടുവാ. ആ ഉണക്ക വാര്യരായിരിക്കുമല്ലോ പക്കാലത്തിന് വരുന്നത്. ഞാൻ നോക്കിക്കോളാം. ഞങ്ങളുടെ കാര്യത്തിന് ആരും വരാനില്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ടാ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പൊ ആളുണ്ടായിരുന്നെങ്കിൽ അവള് കൊണ്ടുവരുമായിരുന്നു. വേണ്ടി വന്ന കൊട്ടേഷൻ ടീമിനെ ഇറക്കുമായിരുന്നു. വില്ലേജ് ഓഫീസർ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഗീതയുടെ സംസാരം അധികപ്പറ്റാവുന്നുണ്ട് കേട്ടോ. അമ്മയോട് വാദിച്ചു ജയിക്കാൻ പോകണം നീ. ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യമാണിത്. അഥവാ കണ്ടാലും അത് മനസ്സിരിക്കുള്ളൂ. ഗതികേട് കൊണ്ടാണ് ആ ഗ്രഹപ്പിഴയെ ആശുപത്രിയിലേക്ക് വലിച്ചോണ്ട് പോകാൻ തീരുമാനിച്ചത്. അതിന്റെ ചെലവ് ഞങ്ങളുടെ തലക്കിട്ട് അടിക്കാൻ പോകുന്നത്. മറ്റൊരിടത്ത് കിടപ്പുണ്ട് തന്തപ്പടിയുടെ വക 5 ലക്ഷം രൂപയുടെ ബാധ്യത. എന്തൊരു ബന്ധുബലം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാവണം. ഗുണം പിടിക്കാത്ത വർഗം. എപ്പോഴും എന്തിനാ അമ്മേ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പ്രാകുന്നത്? അവരുണ്ടാക്കി തന്ന സ്വർണ്ണമല്ലേ അമ്മയുടെ കയ്യിലുള്ളത്. എല്ലാ ബാധ്യതയും തീർക്കാൻ എന്റെ അത്രയും സ്വർണ്ണം അധികമല്ലേ? നിന്റെ സ്വർണ്ണോ? ഒന്നൂടെ പറഞ്ഞേ. അതാ മനസ്സിലിരിപ്പെങ്കിലേ പൊന്നുമോളങ്ങ് മായിച്ച് കളഞ്ഞേരെ. അങ്ങനെ നിനക്ക് മാത്രമായിട്ട് ഒന്നുമില്ല. രമേശിനോട് അവകാശപ്പെട്ട സ്വർണ്ണ എന്ന് വെച്ചാ ഈ വീട്ടിലേയും കൂടെ മുതലാണെന്ന്. പക്ഷെ വാങ്ങിച്ചു തന്നത് അച്ഛനല്ലേ? കണ്ടോടാ ഇവള് കണക്ക് പറയുന്നത്? ഞാൻ കണക്ക് പറഞ്ഞതല്ല അമ്മ. ഇപ്പോഴെങ്ങനുണ്ട് രമേശ നിന്റെ ഭാര്യയുടെ വീറും വാശിയും? ഞാനിവിടെ പരമാവധി ക്ഷമിച്ചു നിൽക്കുക. എപ്പോഴാ എന്റെ കൈ സംസാരിക്കാന്ന് പറയാൻ പറ്റത്തില്ല. കണക്ക് പറഞ്ഞത് ഞാനാണോ രമേശേട്ടാ? ഇങ്ങനെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. എന്നെ തല്ലോ ഉപദ്രവിക്കോ എന്ത് വേണേലും ചെയ്തോളൂ. അമ്മയെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോവരുത്. ഞാനതിന് സമ്മതിക്കില്ല. എന്തോ 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 ഇല്ലമ്മ, ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല പോലും? അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? മതി അഭിപ്രായം പറഞ്ഞത്. അമ്മ ഞാൻ മതിന്ന് പോ പുറത്ത്. അവള് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നു. അപ്പോഴേ ഇപ്പൊ പോയെങ്കിലും ഇനിയും അവൾ അപേക്ഷയായിട്ട് വരും. തലയുടെ മന്ത്രം കേട്ട് അമ്മായിയമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം മാറ്റിയ രമേശ എന്റെ സ്വഭാവം മാറുവേ, പറഞ്ഞേക്കാം. എന്റെ നേർക്ക് കാലുയർത്തി ആ സാധനം ഇനി ഭ്രാന്താശുപത്രിയുടെ സെല്ലിൽ കഴിഞ്ഞാ മതി. അതെന്റെ തീരുമാനം.
എങ്ങനെ അമ്മ ഞാൻ ഇതൊക്കെ കണ്ട് സഹിക്കുന്നത്? എങ്ങനെ കഴിഞ്ഞ വീടാ നമ്മുടേത്? അച്ഛൻ, അമ്മ, ഗംഗ, ഞാൻ. എന്ത് സന്തോഷമായിരുന്നു. ഒരു കുറവും കൂടാതെ ഞങ്ങളെല്ലാം നോക്കി വീട് ഭരിച്ചിരുന്ന അമ്മ ഇപ്പൊ ഈ ചങ്ങലയിൽ ഓർത്തിട്ട് എനിക്ക് വയ്യ. ഇതിന് തക്ക പാപം നമ്മൾ എന്താ ചെയ്ത്? എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ അച്ഛനും അമ്മയും. എന്നിട്ടും വിധി ഇങ്ങനെയായി. എന്തിനാ ദൈവം ഈ ശിക്ഷയൊക്കെ തരുന്നത്? അമ്മേ, എന്നെ അമ്മ തിരിച്ചറിയുന്നുണ്ടോ? അറിയാമോ ഞാൻ ആരാണെന്ന്? പറ, എന്നെ അറിയാമോ? പിന്നെ അറിയാതെ അതെന്താ അങ്ങനെ ചോദിച്ചത്? എന്നാ പറ, ഞാൻ ആരാ? വലിയ പള്ളിയിലെ കപ്പ്യാരുടെ മോളല്ലേ? അമ്മയെ എനിക്കറിയാം, മേരിക്കുട്ടി. കൊച്ചിന്റെ പേര് ആനിന്നല്ലേ? ഞാനേ ഒരു കാര്യം പറഞ്ഞ കേക്കൂ. പിന്നെ ഈ കാലിലെ ചങ്ങലയൊന്ന് അടിച്ചു തരാവോ? എനിക്ക് ദീനമൊന്നുമില്ല. ഇവിടെ ഒരു ഭ്രാന്തിയുണ്ട്. അവരെന്നെ ഉപദ്രവിക്കാതിരിക്കാൻ പൂട്ടിയിട്ടതാ. ഒന്നടിച്ചതാ. നല്ല കൊച്ചല്ലേ? താക്കോല് എന്റെ കയ്യിലില്ല അമ്മ. ഒരു കല്ലെടുത്ത് ഇടിച്ചാ മതി. നല്ല മോളല്ലേ, ഒന്നടിച്ചു വിട്. അമ്മ മുറിയിൽ ഇറങ്ങിപ്പോയിട്ടല്ലേ ഇങ്ങനെ പൂട്ടിയത്? ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. കൊച്ചെന്നെ ഒന്നടിച്ചു വിട്. ഞാൻ വേണമെങ്കിൽ തൊഴാം. അമ്മ, എന്ത് ചെയ്യും എന്റെ ദൈവമേ? നാളെ അമ്മയെ അവരിവിടുന്ന് കൊണ്ടുപോകില്ലെന്ന് ഓർത്തിട്ട്. അറിയാമോ, നാളെ അമ്മ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റും. ഞാൻ പോവില്ല. എനിക്ക് മരുന്ന് കുടിക്കാൻ വയ്യ. സമ്മതിക്കല്ലേ? എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കല്ലേ? വേണമെങ്കിൽ കാല് പിടിക്കാൻ. നിന്റെ ആരെങ്കിലും തൊലഞ്ഞോ ഇങ്ങനെ തൊണ്ട കീറാനായിട്ട്? വന്ന് വന്ന് തിന്നാനും കരയാനും അല്ലാതെ നിന്റെ വാ തുറക്കത്തില്ലെന്നായി. എങ്ങനെ ഗുണം പിടിക്കുന്നു? എന്താ ഈ ചങ്ങലയൊന്ന് അടിച്ചു തരുമോ? ഞാൻ എങ്ങും പോകത്തില്ല. ദേവിയാണ് സത്യം. അപ്പൊ ഇറങ്ങി പോകുന്നുണ്ടാ ചങ്ങല കിട്ടേന്ന് അറിയാം. പകുതി അഭിനയം ഇവരുടെ വട്ട്. അഴിച്ചതാ. മിണ്ടാതെ അവിടെ കണ്ട് ഇരിക്കേ. അടുക്കള പിടിപ്പത് പണി കിടക്കുന്നു. ഇവിടെ പുന്നാരിച്ചോണ്ടിരുന്നത് മതി. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ.
മാമോളെ മാ. അടച്ചിട്ടിരിക്കുന്ന വീട് നമുക്ക് തുറക്കണം. അത് വീണ്ടും പഴയ മുല്ലമുറ്റമാവണം. അതിനുവേണ്ടിയാണ് മോൾ ഇങ്ങോട്ട് വന്നതെന്ന് കരുതിയാൽ മതി. ഭാഗത്തേക്ക് പോ. ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടാൽ സാധാരണ ഉമ്മ ഇറങ്ങി വരുന്നതാണ്. മോള് വാ. ഗംഗേ, ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? അമ്മേ, ഉമ്മേ, ഗംഗേ, മോളെ, ഫോൺ ചെയ്തപ്പോ ഗംഗ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ എന്താ പറയാതിരുന്നേ? ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. ആകെ കോലം കെട്ട് പോയല്ലോ മോളെ. ഒരാളെ കാണുമ്പോ ആദ്യം ഇതാണ് ഒരു പണി പറയേണ്ടത്. അമ്മമാരുടെ ഒരു പൊതു സ്വഭാവ ഈ ഡയലോഗ്. എങ്ങനെയാ നിങ്ങൾ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞില്ല? അതൊക്കെ ഉണ്ട്, എല്ലാം വിശദമായിട്ട് പറയാം. ഇപ്പോ ഗംഗയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. പോയൊന്ന് കുളിച്ച് എന്തെങ്കിലും കഴിച്ച് ശകല നേരം കിടക്കുകയോ ചെയ്യട്ടെ. ഉമേ, വാ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഗംഗ വല്ലാതെ ക്ഷീണിച്ചു. വളരെ പരിതാപകരമായ പണി അതിന്റെ കാര്യം. എന്താ പറ്റിയത്? എവിടെ വെച്ചാ നിങ്ങൾ കണ്ടത്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പിന്നെ വിശദീകരിക്കും. സോളമന്റെ സംരക്ഷണത്തിലായിരുന്നു ഗംഗ. അയാളുടെ അപ്പച്ചൻ വന്ന് അയാളെ വിളിച്ചോണ്ട് പോയി. ഗംഗയെ പുറത്താക്കുകയും ചെയ്തു. അയ്യോ, എന്നിട്ട്? പിന്നത്തെ കഥ കേട്ടാൽ ഞെട്ടിപ്പോകും. ഇതിനോടകം ശരിക്കും അനുഭവിച്ചു ആ കുട്ടി. എന്തിനേറെ പറയുന്നു, ഞാനുമായിട്ട് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഗംഗ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതെ, വേറെ ഒരു നിവൃത്തിയുമില്ലാതെ വഴിമുട്ടി നിന്നുപോയാൽ പിന്നെന്താ ചെയ്യുക? വെറും വാക്കു പറഞ്ഞതല്ല, ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഞാനിപ്പോ ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നത്. ദൈവമേ, നീ അകത്തേക്ക് ചെല്ല്. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ വാര്യരംഗങ്ങളോട് പറഞ്ഞില്ല. എങ്ങനെ പറയും? വിമലാമേനോൻ, ആ പേരിൽ തന്നെ ഒരു ജാടയുണ്ട്. സിനിമയിലും സീരിയലിലും ഒക്കെ ഇത്തരം കഥാപാത്രങ്ങളെ മുമ്പ് കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടെന്ന് മനസ്സിലായി. സൗമ്യമായ പെരുമാറ്റം, മധുരമുള്ള വാക്കുകൾ, പ്രത്യേകം കെയർ, എല്ലാം എല്ലാം പുറമെ മാത്രം. ഉള്ളിൽ നിറയെ നിഗൂഢതകളാ. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംഘവും കൂടെ ഉണ്ട്. മാഡത്തിന്റെ ചാവേർപ്പട. മാഡം വനിതാ ഗുണ്ടയാണ് അവര്.
ഇതിനു മുൻപ് എത്രയോ പെൺകുട്ടികൾ അവരുടെ വലയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഏതൊക്കെ പാവങ്ങൾ അവരുടെ വലയിൽ വീഴും? കൈയോടെ വിവരങ്ങൾ പോലീസിന് ചോർത്തി കൊടുക്കുക വേണ്ടത്. പോലീസും പൊളിറ്റിക്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണിത്. ഒറ്റപ്പെട്ട എതിർപ്പുകൾ എങ്ങും എത്തില്ല. എന്നാലും അവസരം കിട്ടിയ എന്നെങ്കിലും ഞാൻ അവരെ ഒന്ന് നേരിടാൻ നോക്കും. ഒരു പരാതി കൊടുത്തിട്ടാലും വേണ്ടില്ല. വേണ്ട ഗംഗ, ജീവൻ തിരിച്ചു കിട്ടിയത് ഈശ്വരാധീനം കൊണ്ട് മാത്രം. ഇപ്പോഴും അവർ തന്നെ അന്വേഷിക്കുന്നുണ്ടാവും. കാണുന്ന നിമിഷം അവളെ തട്ടിക്കളയണം. എന്നിട്ട് എന്നെ വിളിച്ചറിയിച്ചാൽ മതി. ഇരുട്ടിന് ശേഷം വെളിച്ചം, രാത്രിക്ക് ശേഷം പകൽ. ഈ ലോക നിയമം ഗംഗയ്ക്ക് ബാധകമല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ, എവിടെയോ പ്രത്യാശയുടെ നറുതിരിവട്ടമുണ്ട്, പ്രതീക്ഷയുടെ ആദ്യ കിരണങ്ങളുണ്ട്. കാത്തിരിക്കാം നമുക്ക്. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.